അസ്സലാമു വറഹ്മത്തുള്ളാഹി ബഷീറാണ് അബുദാബിയിൽ നിന്ന് പെർഫെക്റ്റിൽ നിന്നാണ് കേട്ടോ. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഷവർലയുടെ മാലിബു ആണ്. ഈ വണ്ടി അമേരിക്കൻ ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് അമേരിക്കൻ സ്പെക്ക് വണ്ടിയാണ്. അമേരിക്കയിൽ വരുന്ന പുതിയ തരം വണ്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇവിടെ സാധാരണ GCC വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് R134 ആണ്. അമേരിക്കൻ വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ഒന്ന് കാണിച്ചു കൊടുത്തേ, R1234 ആണ്. R1234 ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ R1234 ഗ്യാസ് ഉപയോഗിക്കേണ്ട വണ്ടിക്ക് സാധാ ഗ്യാസ് വേറൊരു ഗ്യാരേജിൽ കംപ്രസറിന് കംപ്ലൈൻ്റ് ആയിട്ട് പോയപ്പോൾ സാധാ ഗ്യാസാണ് അടിച്ചത്. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്രസർ അടിച്ചു പോയി. ഇപ്പോൾ രണ്ടാമത്തെ കംപ്രസർ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ലൈനിൽ മുഴുവൻ ബ്ലാക്ക് ഓയിൽ വന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ സ്പെക്ക് പുതിയ വണ്ടികൾക്ക് കംപ്ലീറ്റ് വരുന്നത് 1234 ഗ്യാസാണ് വരുന്നത്, സാധാ ഗ്യാസ് അല്ല വരുന്നത്. ഇപ്പോൾ പെർഫെക്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ ഈ 1234 ഗ്യാസുള്ള അതിൻ്റെ ഏകദേശം ഒരു വണ്ടിക്കുള്ള ഗ്യാസിന് 600 above dirhams വരുന്നുണ്ട്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നോർമൽ ഗ്യാസിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എവിടെ വണ്ടി കൊടുക്കുമ്പോഴും സാധാരണ ഗാരേജുകാരും ശ്രദ്ധിക്കണം, ആ വണ്ടിയുടെ ഗ്യാസ് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതിനല്ലാത്ത റിക്വയർമെൻ്റ് അല്ലാത്ത ഗ്യാസ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസർ അടിച്ചു പോകും, വേറെ കംപ്ലൈൻറ്റ് വണ്ടിക്ക് വരാൻ പറ്റും. അപ്പോൾ കംപ്രസർ ആവട്ടെ, കണ്ടൻസർ ആവട്ടെ, അല്ലെങ്കിൽ AC വർക്ക് ആവട്ടെ, മെക്കാനിക് ആവട്ടെ, വാട്ട് എവർ പ്രോബ്ലം ഇൻ യുവർ കാർ, ലെറ്റ്സ് വെൽക്കം ടു പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം M7 അബുദാബി മുസ്തഫ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.